നമസ്കാരം. കഴിഞ്ഞ ദിവസം ബിസിനസ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് മലബാർ എതിരെയല്ല, മലബാർ ജ്വല്ലേഴ്സിനെ പറ്റിയിട്ട് ലോകം ചർച്ച ചെയ്ത ഒരു കാര്യം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനല്ല അത് പറഞ്ഞത്, ഈ ലോകത്ത് പലരും പറഞ്ഞതിന് ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രം ഇട്ട ഒരു പോസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വേദനിച്ചു. അതാ മനസ്സിലാവാത്തത്. മലബാർ ജ്വല്ലേഴ്സിനെ അങ്ങനെ ഞാൻ അപവാദം പറഞ്ഞതാണോ? പല മൊബൈൽ ഫോണിൽ നിന്നും തെറികളും മെസ്സേജുകളും അവരെ പറയരുതായിരുന്നു ഒക്കെ പറഞ്ഞു. എനിക്ക് എൻ്റെ രാജ്യമാണ് മുഖ്യം. എൻ്റെ രാജ്യത്തിനെതിരെ ആരെന്ത് കളിച്ചാലും അതിൽ പാർട്ടിയോ വ്യക്തികളോ കുടുംബമോ ബന്ധമോ സൗഹൃദമോ ഒന്നുമില്ല. രാജ്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ചുമരുണ്ടായാലേ ചിത്രം വരയ്ക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ മലബാർ ജ്വല്ലേഴ്സ് അലിഷ്ബ മാലിക് എന്ന പാകിസ്ഥാനി ഇൻഫ്ലുവൻസറെ കൂട്ടി കരീന കപൂറും ഒക്കെ ഉള്ള ഏറ്റവും വലിയ നമ്മുടെ താരങ്ങളെ കൂടെ ലണ്ടൻ ഇംഗ്ലണ്ടിലെ മലബാർ ജ്വല്ലേഴ്സിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന് ഒരു പാകിസ്ഥാനി ബ്ലോഗറെ വേണോ മലബാർ ജ്വല്ലേഴ്സിന്? ഇത്രയും പടർന്ന് പന്തലിച്ച ഒരു മലബാർ ജ്വല്ലേഴ്സിന് എത്ര വലിയ താരങ്ങളെ കൊണ്ടുവരാം? ഇത്രയും കാലം അവർ താരങ്ങളെ കൊണ്ടുവന്നിട്ട് ആരും ലോകമൊന്നും ചർച്ച ചെയ്തിട്ടില്ല, നമ്മളും ആരും പറഞ്ഞിട്ടില്ല. ഒക്കെ നമ്മളെ സുഹൃത്തുക്കൾ തന്നെയാണ്. എല്ലാ സുഹൃത്തായാലും കുടുംബമായാലും ഞാൻ പറഞ്ഞല്ലോ, രാജ്യത്തിനെതിരെ കളിക്കുമ്പോൾ പറയാണ്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു സംഗതി അവർ ചെയ്തിട്ടില്ല എന്ന് പറയണതും അവർ അതിനെ പറ്റിയിട്ട് തർക്കിക്കുന്നതും എൻ്റെ പോസ്റ്റിൻ്റെ താഴെ പോയാൽ കാണാം. അപ്പോൾ ഇവരിത്രയും ചെയ്യാനുള്ളൂ. ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അവർ ആ ബ്ലോഗറെ, പാകിസ്ഥാനി ബ്ലോഗറുടെ പേജിൽ നിന്ന്, അലിഷ്ബ മാലിക്കിൻ്റെ പേജിൽ നിന്ന് മലബാർ ഡെവലപ്മെൻറ്റിൻ്റെ പരസ്യം പിൻവലിക്കട്ടെ. അതും ഒപ്പം മലബാർ ജ്വല്ലേഴ്സിൻ്റെ പേജിൽ നിന്ന് അലിഷ്ബ മാലിക്കിൻ്റെ പോസ്റ്റും പിൻവലിക്കട്ടെ. അവരെ കൂടെ ഫോട്ടോ എടുത്ത് അതൊക്കെ മാറ്റട്ടെ. ഇവരെ പെണ്ണുങ്ങളെ വീട്ടിലകത്ത് മക്കനെയിട്ട് ഇരുത്തിയിട്ട് ഇങ്ങനെ വരുന്ന താരങ്ങളെ കൂടെ ഫോട്ടോ എടുക്കുന്ന ഒരിതാണ്. അതും ഒരു സ്റ്റൈൽ ഓഫ് ബിസിനസ്സാണ്. എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിൽ പിന്നെ പെണ്ണുങ്ങളെ പുറത്തിറക്കാൻ പറ്റില്ല. കാരണം അതിൽ ഒരാൾ തന്നെ എന്നെ ഒരിക്കലും ഉപദേശിച്ചിട്ടുണ്ട്, മതത്തിൻ്റെ പേരിൽ നടന്നുകൂടെ ഈ കൂട്ടത്തിലൊക്കെ ഉള്ള ഒരാളെ. അപ്പം എനിക്ക് ചിരിക്കാനേ തോന്നിയിട്ടുള്ളൂ. കാരണം അവർക്ക് ഇതൊക്കെ ആവാം, ആണുങ്ങൾക്ക് എന്തു ആവാന്നുള്ളൊരു തോന്നല്, അല്ലെങ്കിൽ പണമുള്ളവൻ എന്തു ആവാന്ന് തോന്നല്. മലബാർ എന്നുള്ള കോഴിക്കോട് എന്നുള്ള ഒരു ജ്വല്ലേഴ്സ്, ഇനിയിപ്പോൾ എൻ്റെ കുടുംബമാണെങ്കിൽ പോലും അങ്ങനെ ആവാൻ പാടില്ല. സിന്ദൂർ ഓപ്പറേഷനെതിരെ ശബ്ദമുയർത്തിയ ആരോടും നമ്മൾ പൊറുക്കാൻ തയ്യാറില്ല.